സാധാരണ നമ്മൾ പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന്. അത് ചിലർ ചോദിക്കാൻ കാരണം ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയും കാണുന്നില്ല എന്നതുകൊണ്ട് തന്നെയാണ്. വേറെ ചിലർ ചോദിക്കാൻ കാരണം ഇതുവരെ സഞ്ചരിച്ച വഴികളിലെല്ലാം നേരിട്ട കഠിനമായ പരാജയങ്ങളും തകർച്ചകളും കാരണം ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനായിട്ട് ഭയമാണ്. വേറെ ചിലർ ചോദിക്കാൻ കാരണം പല വഴികളും നമ്മുടെ മുമ്പിലുണ്ട്, അതുകൊണ്ട് ഇതിലേതാണ് മെച്ചപ്പെട്ടത് എന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നു. എന്തുതന്നെയായാലും ഈ ചോദ്യം നാളെക്കുറിച്ച് അറിയുവാനുള്ള ഒരു ചോദ്യമാണ്, ഭാവി അറിയുവാനുള്ള ചോദ്യമാണ്. എല്ലാവർക്കും ഭാവി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിക്കുമ്പോൾ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിൽ ജനിപ്പിച്ചിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 നമുക്കറിയാവുന്ന വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണിത്. അതുപോലെ തന്നെ എഫേസസ് 2:10 നമ്മളൊരു വചനം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരവേലയാണ് നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ വളരെ വ്യക്തമായ പദ്ധതിയോടുകൂടിയാണ് ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഉടനെ ഒരു പുതിയ പദ്ധതി അവിടെ രൂപം കൊള്ളുകയല്ല. നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ഇതുവരെയുള്ള ദൈവ പദ്ധതിയുടെ തുടർച്ചയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പം ഇതുവരെയുള്ള എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാൻ എന്തായിരുന്നു, അത് നമ്മൾ ചോദിച്ചാൽ കുറേ വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭിക്കും. കുറച്ചും കൂടെ വ്യക്തമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു കഴിഞ്ഞ ശേഷം എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട ആദ്യത്തെ ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? ഈ ചോദ്യം നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട ആദ്യത്തെ ദൈവ പദ്ധതി നമ്മുടെ മാതാപിതാക്കന്മാരാണ്. നമുക്കറിയാം, നമ്മളാരും തിരഞ്ഞെടുത്തതല്ല നമ്മുടെ അപ്പനെയും അമ്മയെയും. നമുക്കവിടെ യാതൊരു സ്വാതന്ത്ര്യവുമില്ല. ദൈവം തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് തന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങൾ, അതും നമ്മൾ തിരഞ്ഞെടുത്തതല്ല. നിൻ്റെ സഹോദരൻ ആരായിരിക്കണം, നിൻ്റെ സഹോദരി ആരായിരിക്കണം, ഇവിടെ ഒന്നും നമുക്കൊരു കൈയില്ല. ഇനി മാതാപിതാക്കന്മാർക്ക് പോലും അവരൊരു കുഞ്ഞിനെ മാത്രമേ ആഗ്രഹിച്ചുള്ളൂ. അത് നീ തന്നെ ആയിരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ നമ്മൾ പിറന്ന കുടുംബം ദൈവമാണ് അത് തിരഞ്ഞെടുത്ത് തന്നത്. നമുക്കവിടെ ഒരു സ്വാതന്ത്ര്യവുമില്ല. സ്വർഗത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്ത് തന്നതാണ് ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം. അപ്പം നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട ആദ്യത്തെ ദൈവഭക്തി എന്തെന്ന് ചോദിച്ചാൽ
അത് നമ്മുടെ മാതാപിതാക്കന്മാരാണ്, അതുപോലെ നമ്മുടെ സഹോദരങ്ങളാണ്, നമ്മുടെ കുടുംബമാണ്. ആട്ടെ, ഈ ദൈവ പദ്ധതി ഞാൻ ഇതുവരെയും എൻ്റെ ഉള്ളുകൊണ്ട് സ്വീകരിച്ചിട്ടുണ്ടോ? അത് സ്വീകരിച്ചാണ് അതിൻ്റെ മുകളിൽ ബാക്കിയൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഈ ദൈവ പദ്ധതി ഇതുവരെയായിട്ടും ഞാൻ സ്വീകരിച്ചിട്ടുണ്ടോ? ഉള്ളുകൊണ്ട് അംഗീകരിച്ചിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, നമുക്കൊരു 12 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ ബുദ്ധിയും ഒക്കെ ശരിക്കും വികസിക്കുന്നത്. ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പനാകാനും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അമ്മയാകാനും ഒക്കെയുള്ള പക്വതയിലേക്ക് വരുന്നത് 12 വയസ്സാകുമ്പോഴാണ്. ഈ 12 വയസ്സാകുമ്പോൾ ആണ് നമ്മൾ കൂടുതലായിട്ട് കൂട്ടുകാരിലേക്ക് തിരിയുന്നത്. അതിൻ്റെ കാരണം, നമ്മുടെ മാതാപിതാക്കന്മാരിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഇത്രയൊക്കെ തരാനുള്ളൂ എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അവരുടെ കയ്യിൽ നമുക്ക് തരാൻ ഇത്രയേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് തരാൻ കഴിയാത്തത് നമ്മളൊരു വിധത്തിൽ സ്വീകരിക്കാനായിട്ടാണ് കൂട്ടുകാരെ തേടുന്നത്. കൂട്ടുകാരെ തേടി കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ അവിടെയും തൃപ്തരല്ല. കാരണം അവർക്കും ഇത്രയൊക്കെ തരാനുള്ളൂ. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു ജീവിത പങ്കാളിയെ തന്നെ വേണം എന്ന ആഗ്രഹത്തിലേക്ക് വരുന്നു. അങ്ങനെ ജീവിത പങ്കാളിയെ സ്വീകരിച്ചാലും അവർക്കും ഇത്രയൊക്കെ തരാൻ ഉള്ളൂ. എന്നാൽ നമ്മുടെ ഉള്ളിൽ ആഗ്രഹങ്ങൾ അങ്ങനെ കിടക്കുകയാണ്. മാതാപിതാക്കന്മാർക്ക് സാധിച്ചു തരാൻ പറ്റുന്നില്ല, നമ്മുടെ കൂട്ടുകാർക്ക് ഇത്രയൊക്കെ തരാൻ സാധിച്ചിട്ടുള്ളൂ, ജീവിത പങ്കാളിക്കും ഇത്രയൊക്കെ തരാൻ സാധിക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വ്യക്തമായ ഒരാഗ്രഹം രൂപം കൊള്ളുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു പൂർണ്ണനായ ഒരപ്പനെ കിട്ടിയിരുന്നെങ്കിൽ, എല്ലാം തികഞ്ഞ ഒരമ്മയെ കിട്ടിയിരുന്നെങ്കിൽ, എല്ലാം തികഞ്ഞ ഒരു കുടുംബത്തിൽ ഞാൻ പിറന്നിരുന്നെങ്കിൽ, ഈ ആഗ്രഹം എല്ലാ വ്യക്തികളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരാഗ്രഹമാണ്. എൻ്റെ അപ്പൻ കുറച്ചും കൂടെ സമ്പത്തുള്ളവനായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ സൗന്ദര്യമുള്ളവനായിരുന്നുവെങ്കിൽ, കുറച്ചും കൂടെ എന്നെ മനസ്സിലാക്കുന്ന സ്നേഹമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ, കുറേ സ്വാധീനമുള്ള വ്യക്തിയായിരുന്നെങ്കിൽ ഇന്നെന്തായിരുന്നേനെ എൻ്റെ സ്ഥിതി? അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം, എല്ലാം തികഞ്ഞ ഒരപ്പന് വേണ്ടി, എല്ലാം തികഞ്ഞ ഒരമ്മയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ദാഹം, വിശപ്പ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ട്. ഈ വിശപ്പും ദാഹവും പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച, ഈശോ നമുക്കായി തന്ന ഈശോയുടെ പിതാവിനെ നാം സ്വന്തം പിതാവായിട്ട് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വിശപ്പ് ശാന്തമാകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി, നമ്മുടെ ഉള്ളിലുണ്ടായ ഈ പൂർണ്ണനായ അപ്പന് വേണ്ടിയും പൂർണ്ണനായ അമ്മയ്ക്കും വേണ്ടിയുള്ള ഈ ദാഹം സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടി അവിടുന്ന് നൽകിയിട്ടുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാർ എല്ലാം തികഞ്ഞവരായിരുന്നുവെങ്കിൽ നമ്മൾ അവരോട് ഒട്ടിച്ചേർന്ന് ഓരം ചേർന്ന് അവിടെ ഇരുന്നേനെ. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അവരുടെ കുറവുകളാണ് നമ്മളെ സാഹോദര്യ ബന്ധത്തിലേക്കും ജീവിത പങ്കാളിയിലേക്കും എല്ലാറ്റിനുപരിയായി
സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനായിട്ടും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നാം യേശുവിനെ അറിഞ്ഞത് വഴി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്കൊരപ്പനെ കിട്ടി എന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത് യേശുവാണ്. യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചപ്പോൾ യഹൂദന്മാരെല്ലാം ഇളകി. ഇവനാരാണ് ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കാൻ? എന്നാൽ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ചുണ്ടത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന വെച്ചു തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ചു കൊള്ളുക. അപ്പോൾ നമുക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ് ഈശോയുടെ പിതാവിനെ നമുക്കും പിതാവേ എന്ന് വിളിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഈശോയുടെ ഈ പിതാവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പഴയ നിയമത്തിലേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മുഖം ഒരു പക്ഷേ നമ്മുടെ മനസ്സിൽ ഈ ദൈവം പെട്ടെന്ന് കോപിക്കുന്നൊരു ദൈവമാണ്, പെട്ടെന്ന് ശിക്ഷിക്കുന്നൊരു ദൈവമാണ്, നമ്മളെ വിധിക്കുന്നൊരു ദൈവമാണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ചിത്രങ്ങൾ എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടപ്പുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ കരുണയും നിത്യമായ സ്നേഹവും ഒക്കെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. എന്നാലും പഴയ നിയമത്തിലെ ദൈവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോഴൊക്കെ ഒരു ഭയത്തിൻ്റെ, ഒരു കോപിക്കുന്ന ദൈവത്തിൻ്റെയൊക്കെ ചിത്രമാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ആ ധാരണകളെ മുഴുവനും മാറ്റിക്കളഞ്ഞുകൊണ്ട് യേശു ദൈവപിതാവിൻ്റെ മുഖം നമ്മുടെ മുമ്പിൽ പ്രകാശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഫിലിപ്പോസ് ഈശോയോട് ചോദിച്ചു, പിതാവിനെ കാണിച്ചു തരണമേ എന്ന്. ഞങ്ങൾക്കത് മതി. അപ്പോൾ ഈശോ പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെയും കാണുന്നു. എന്നിട്ട് ഈശോ ഒരു കാര്യം വ്യക്തമാക്കി, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എൻ്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നാണ് ഞാൻ ചെയ്യുന്നത്. പിതാവ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിതാവ് പറഞ്ഞിട്ട് ചെയ്തതാണ്. പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിതാവ് പറഞ്ഞിട്ടുണ്ട്, പിതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തിട്ടുമുണ്ട്. അപ്പം നമുക്ക് യഥാർത്ഥ ദൈവത്തിൻ്റെ മുഖം നാം യേശു ക്രിസ്തുവിലാണ് കാണുന്നത്. ആ യേശുവിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് വ്യക്തമാകും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ള് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എല്ലാം തികഞ്ഞ ഒരു അപ്പന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടല്ലോ, ആ എല്ലാം തികഞ്ഞ അപ്പൻ ഈ യേശു അവതരിപ്പിച്ചിരിക്കുന്ന ഈശോയുടെ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ സ്വർഗസ്ഥനായ പിതാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ എല്ലാം തികഞ്ഞ പിതാവിന് വേണ്ടിയുള്ള ആഗ്രഹം പൂർണ്ണമായി തീരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മുടെ പിതാവാണ് എന്ന് പറയുമ്പോൾ ദൈവം വെറും ആണാണ് എന്ന അർത്ഥത്തിൽ എടുക്കരുത്. ദൈവത്തിൽ 100% അപ്പൻ്റെ സ്നേഹവും 100% അമ്മയുടെ സ്നേഹവും നിറഞ്ഞു നിൽക്കുകയാണ്. പെറ്റമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുക എന്ന് പറയുമ്പോൾ സങ്കീർത്തനം 27 നമ്മൾ വായിക്കുന്നു, അപ്പനും അമ്മയും നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഇതാ ആ സ്വർഗസ്ഥനായ പിതാവ്
100% പിതാവിൻ്റെ സ്നേഹവും 100% മാതൃസ്നേഹവും നിറഞ്ഞ സാന്നിധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ മാതാപിതാക്കന്മാരെല്ലാം ബലഹീനരാണ്. ഒരു അപ്പനും അമ്മയിലും 100% അപ്പൻ്റെ സ്നേഹവും 100% അമ്മയുടെ സ്നേഹവും ഒന്നും ഇരിപ്പില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെയും, ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, എനിക്ക് എൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് കാര്യമായ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, ഇനി ആകെപ്പാടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 1% കിട്ടിയിട്ടുണ്ടാവും, അത്രയുള്ളൂ. അപ്പോൾ ബാക്കി 99% കിട്ടാതെ കിടക്കുക. എന്നാൽ ഈ വ്യക്തി സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴോ അത് 100ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി വേറൊരാൾ, പുള്ളി കുറച്ച് മെച്ചപ്പെട്ട ഒരു കുടുംബത്തിലാണ് പിറന്നത്. പുള്ളിക്ക് അതുകൊണ്ട് ഒരു 99% മാതാവിൻ്റെയും അപ്പൻ്റെയും അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ വ്യക്തി സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആണ് 100% ആകുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം എല്ലാവരും ഈ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിച്ചാണ് ആ 100% പിതൃസ്നേഹത്തിലേക്കും മാതൃസ്നേഹത്തിലേക്കും കടന്നു വരുന്നത്. ഒന്ന് കൈ ഉയർത്തി കൈയടിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കാനായിട്ടുള്ള ആ വിശപ്പും ദാഹവും നമുക്കുണ്ടായത് എങ്ങനെയാണ്? അത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ കുറവ് മൂലമാണ് നമുക്ക് ഈ വിശപ്പും ദാഹവും ഉണ്ടായത്. അവരെല്ലാം തികഞ്ഞവരായിരുന്നുവെങ്കിൽ നമ്മൾ അവരോട് ചേർന്ന്, കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ കിട്ടും. പക്ഷെ അവരുടെ കുറവാണ് നമ്മളെ ഈ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനായിട്ട് നമ്മളെ തയ്യാറാക്കിയത്, ഒരുക്കിയത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ചില വലിയ ഹോട്ടലിലൊക്കെ ചെന്നാൽ ആദ്യം അവർ വിളമ്പുന്നത് ആപ്പിറ്റൈസറാണ്. അതായത് ഇനി അവർ വിളമ്പാൻ പോകുന്ന ഭക്ഷണം കഴിക്കുവാനുള്ള വിശപ്പുണ്ടാകാനുള്ള സാധനമാണ് ആദ്യം അവർ തരുന്നത്. അപ്പോൾ അത് തരുന്നത് ഇനി അവർ വിളമ്പാൻ പോകുന്ന സമൃദ്ധമായ ഭക്ഷണം കഴിക്കുവാനായിട്ട് നമ്മളെ തയ്യാറാക്കുകയാണ്. ആപ്പിറ്റൈസറാണ് അവർ വിളമ്പുന്നത്. ഇതുപോലെ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനുള്ള ആപ്പിറ്റൈസറാണ് നമ്മുടെ ഈ മാതാപിതാക്കന്മാരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്ക് എന്തുമാത്രം കുറവുണ്ടോ അത്രയും വിശപ്പ് നമുക്കുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് ചില ആളുകളൊക്കെ ദൈവത്തെ പോലും ചോദ്യം ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ദൈവം എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അപ്പനും അമ്മയും തന്നത്? എന്നിട്ട് നമ്മൾ അയൽവക്കത്തോട് നോക്കിയിട്ട് പറയും, കണ്ടോ ദൈവം അവന് കുറച്ചുകൂടെ മെച്ചപ്പെട്ട അപ്പനും അമ്മയും കൊടുത്തു. എന്നെ ദൈവം ജനിപ്പിച്ച് വളരെ തകർന്ന ഒരു കുടുംബത്തിൽ, അവനെ ജനിപ്പിച്ച് എത്രയോ മെച്ചപ്പെട്ട കുടുംബത്തിലാണ്. അവനങ്ങനെ മെച്ചപ്പെട്ട കുടുംബത്തിൽ ജയിക്കാനായിട്ട് അവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു പന്തിയിൽ 2 വിളമ്പുന്നത്? ചില ആളുകൾ ഈ ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളുണ്ട്. കണ്ടില്ലേ? ചിലരെയൊക്കെ തകർന്ന കുടുംബത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു, ചിലരെയൊക്കെ മെച്ചപ്പെട്ട കുടുംബത്തിൽ ജനിപ്പിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഇതിൻ്റെ പേരിൽ ദൈവത്തെ നിഷേധിക്കുകയും ദൈവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്, നമുക്ക് ബലഹീനരായ മാതാപിതാക്കന്മാരെ തന്നത് സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനുള്ള വിശപ്പും ദാഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനായിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവിൻ്റെ നിഴലാണ് നമ്മുടെ മാതാപിതാക്കന്മാർ. അപ്പോൾ നമ്മൾ ആ നിഴലിൻ്റെ കീഴിലിരുന്നു കൊണ്ട് കാര്യമില്ല. നമ്മൾ ഒറിജിനിലേക്ക് വരണം. സ്വർഗസ്ഥനായ പിതാവിലേക്ക് നമ്മളെല്ലാവരും വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ.
പ്രിയപ്പെട്ടവരെയും ബലഹീനരായ നമ്മുടെ ഈ മാതാപിതാക്കന്മാരെ നമ്മൾ ശരിക്കും ഉള്ളുകൊണ്ട് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. അത് നമുക്ക് സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നാം സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തണം. സ്വർഗസ്ഥനായ പിതാവിനെ കണ്ടെത്തി കഴിയുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ അപ്പനെയും അമ്മയും അംഗീകരിക്കാൻ പറ്റുക. അല്ലാത്തവരൊക്കെ അപ്പനും അമ്മയും അംഗീകരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലർ എന്ത് ചെയ്യാൻ, കിട്ടിപ്പോയില്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ, അങ്ങനെ സഹിക്കുകയാണ് ചിലർ. യഥാർത്ഥത്തിൽ അപ്പനും അമ്മയും യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ അവരുടെ എല്ലാ കുറവോടും കൂടി ബോധപൂർവം സ്വീകരിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പിതാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് അപ്പനോടോ അമ്മയോട് പരിമിതികളൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ദൈവം എന്തുകൊണ്ടാണ് എന്നെ ഇത്രയും കുറവുള്ള ഒരു കുടുംബത്തിൽ ജനിപ്പിച്ചത് എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. കത്തോലിക്ക സഭയിൽ ചില വിശുദ്ധന്മാരുടെ ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. അവർ പലരും മാതാപിതാക്കന്മാരുടെ സ്നേഹബോധം കിട്ടാത്തവരുണ്ട്. ചില അപ്പൻ്റെ അമ്മയെ മുഖം പോലും കണ്ടിട്ടില്ല. ചിലർക്ക് അപ്പനില്ല, ചിലർക്ക് അമ്മയില്ല. അങ്ങനെയൊക്കെയുള്ള നിരവധി വിശുദ്ധന്മാർ സഭയിലുണ്ട്. പക്ഷേ അവരിലേക്ക് നമ്മൾ അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ആ കുറവ് അവർക്ക് സ്വർഗസ്ഥനായ പിതാവിനെ സ്വീകരിക്കുവാനും അങ്ങനെ വലിയ മിസ്റ്റിക് അനുഭവത്തിലേക്ക് കടന്നു വരാനും അത് ഇടയാക്കി എന്നതാണ്. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച്